ഹലോ. എന്തു പറ്റി? അല്ല, ആ പ്രിൻസിന് അയാളുടെ കാമുകിയോട് എന്തോരം ഇഷ്ടമുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിലപിടിപ്പുള്ള നെക്ലേസ് കൊടുക്കുവോ? അവിടെ തന്നെ നിൽക്കപ്പോഴും എന്നാ പിന്നെ സ്വന്തമായിട്ട് വാങ്ങിക്കൂടെ? എന്നെ പോലെയുള്ളവർക്ക് ഇതൊക്കെ സ്വപ്നം കാണാനേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ ഒരു പരിപാടിയുണ്ട്, അടിച്ചു മാറ്റം. അടിച്ചു മാറ്റാനാ? അവിടെ നിന്ന് ഭയങ്കര സെക്യൂരിറ്റി അല്ലേ അവിടെ? സുഡോക്ക് കണ്ടതല്ലേ? നെക്ലസ് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഗ്ലാസ് വെസൽസിലും ഗ്ലാസ് തൂപങ്ങളിലുമാണ്. അതിൽ നമ്മുടെ ശ്വാസം ഒന്ന് വീണാ മതി, പ്രഷർ വേരിയേഷൻ ഉണ്ടാവും, അലാറം ശബ്ദിക്കും. ഇതൊക്കെ ജാക്കിന് എങ്ങനെ അറിയാം? നമ്മൾ അറിയണ്ടേ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ? ഇതിൽ ഇത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. ഗൂഗിളൊന്ന് സെർച്ച് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അല്ല, എന്താണ് സുഡോക്കൂടെ പരിപാടി? എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഞങ്ങളെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയോ? ഞങ്ങളെ വാങ്ങിച്ച 50,000 രൂപ തിരിച്ചു വേണം. അത് ഞങ്ങൾ കളിച്ചു നേടിയല്ലേ? ആ കളിയൊന്നും വേണ്ട, മര്യാദക്ക് ഞങ്ങളുടെ ക്യാഷാ. അല്ല നിന്റെ കാമുകിയുടെ കഥ ഞങ്ങൾ കഴിക്കും. അയ്യോ, ഞാൻ ആളുടെ കാമുകിയൊന്നല്ല. ഇപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളൂ. വേണ്ടി നാടകമൊന്നും വേണ്ട, പൈസ നിന്റെ കാമുകയെ കൊണ്ടുപോയിക്കോ. കണ്ട, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ആളുടെ കാമുകയൊന്നും അല്ലെന്ന്. എങ്കിൽ പിന്നെ നീതാടി. ഞാൻ എങ്ങനെ തരാനാ? പകുതി കാശ് അയാളുടെ കയ്യിലല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. കാമുകി ആക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ ഒരു ക്യാമുകി ചൂടൊക്കെ പിടിച്ചേ. എന്നിട്ട് അങ്ങോട്ട് മാറി. നിങ്ങളൊക്കെ ഇവന്റെ കൂടെ വന്ന ആൾക്കാരാ? എന്നാ കുട്ടിയോട് സോറ് പറഞ്ഞിട്ട് പോവാൻ നോക്കി. ഏയ് സുഡോക്കോ, പോവാം. ഹാൻഡിൽ വിത്ത് കെയർ കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മളെന്താ പറഞ്ഞു?